ഹായ് ഗായ്സ്. ഇപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല തേമ്പിയ പടത്തെ പറ്റി സംസാരിക്കാനാണ്. ആ ഡയലോഗ് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വർഷങ്ങൾക്ക് ശേഷം എന്തൊരു തേമ്പിയ പടം. അത് ഈ പറയുന്നതിന്റെ കൂട്ട് തന്നെ തേമ്പിയതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം എന്തുവാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അങ്ങനത്തെ ഒരു പടം. അതിൽ അവസാനത്തെ ആ ഒരു 45 മിനിറ്റ് ഇല്ലായിരുന്നെങ്കിൽ പടം എപ്പോഴേ 8 നില പൊട്ടിയേനെ. ആ അവസാനത്തെ 45 മിനിറ്റ് നിവിൻ പോളി വന്ന് ആ കാണിച്ചു വെച്ചേക്കുന്ന കോമഡിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ ആ സിനിമ നമുക്ക് നല്ല രീതിയിൽ വെറുത്തേനെ. നല്ല രീതിയിൽ വെറുത്തുകൊണ്ട് പോകുമ്പം ആ പടം കയറി ഹൈ ആയി. അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ റിവ്യൂ പറഞ്ഞവർക്കെല്ലാം ആ പടം ഇഷ്ടമായത്. ഇതിന്റെ റിവ്യൂ നമ്മൾ ഇതിലെടുത്തു നോക്കുവാണെങ്കിൽ എല്ലാരും നല്ല റിവ്യൂ മാത്രമേ പറയുന്നത് ഞാൻ കണ്ടുള്ളൂ. അതിന് മാത്രം അതിലെന്തോ ഇരിക്കുന്നെന്നാ. ഇനിയിപ്പോ OTT കണ്ടുകൊണ്ടാണോ, ഇനിയിപ്പോ OTT കണ്ടിട്ട് കുറ്റം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വരുന്നവന്മാരും കാണും. ഇറങ്ങിയേക്കുന്നു OTT ഏതെന്നും പറഞ്ഞു വരും. എന്നാലും നമുക്ക് OTT കണ്ടാലും ഇഷ്ടപ്പെടണ്ടേ. ഞാൻ ആവേശം OTT കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ OTT കണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് വരുന്ന പടങ്ങളെല്ലാം എനിക്ക് OTT കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്തുവാ ഇതൊരുമാതിരി 2-3 മണിക്കൂർ പടം, അതിന്റെ ഇടയ്ക്ക് ജ്ഞാപകം പാട്ട്. അതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഓവർ നന്മമരം കളിച്ചിട്ട് പാട്ടെടുത്ത് കൊടുത്തിട്ട് ഏറ്റവും അവസാനം ആ പാട്ടിന്റെ ക്രെഡിറ്റും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുക. എന്നാ പിന്നെ ആദ്യം ആ പാട്ടങ്ങ് അവന്റെ പേരിൽ ഇറക്കിയാ പോരായിരുന്നോ? മര്യാദയ്ക്ക് ചോദിച്ചില്ലയോ നീ എനിക്കൊരു പാട്ട് എഴുതി താന്ന്. അന്നേരം പാട്ടും എഴുതി കൊടുക്കാതെ കണ്ടവന്റെ പേര് പാട്ടും കൊടുത്തിട്ട് പിന്നെ ക്രെഡിറ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് കിടക്കുക. എന്തൊക്കെയാണോ എഴുതി വെച്ചേക്കുന്നേ. അതിനാ അവസാനത്തെ ഒരു 45 മണിക്കൂർ, 3 മണിക്കൂറില് 45 മിനിറ്റ്, ആ 45 മിനിറ്റില് മാത്രം നമുക്ക് കാണാം. അത് നിവിൻ പോളി വരുന്ന ഭാഗം മാത്രം. ആ പടം അതില്ലായിരുന്നെങ്കിൽ ആ പടം വമ്പൻ ഫ്ലോപ്പ്. പിന്നെ ഈ ഡയറക്ടറിന്റെ ഒരു ഇത് വെച്ചിട്ടാണ് എല്ലാരും ആ സിനിമ കാണാൻ കേറിയത്. ഇത് വിനീത് ശ്രീനിവാസൻ അല്ലാതെ വേറെ ഏതൊരു സംവിധായകൻ എടുത്തിരുന്നെങ്കിലും ഇത്രയും കളക്ഷനോ ഇത്രയും 50 ദിവസം ഓടുവോ ഒന്നുമില്ല. ഇതിനിപ്പം കാണേണ്ടവർക്ക് കാണാം. എല്ലാരും കണ്ടിട്ട് എന്തൊക്കെയാ നിങ്ങൾക്ക് തോന്നിയത്, എന്റെ പോലെ തന്നെയാണ് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ ഇപ്പൊ സോണി ലൈവില് അവൈലബിൾ ആണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ബൈ.